ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഹേ, ഹും, ഹോ എന്നിവ എവിടെയൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഐ എന്നുള്ളതിന് അർത്ഥം എന്താണ്? ഞാൻ. ഹിന്ദിയിൽ മേം എന്നാണ് പറയുന്നത്. ഐ, ഞാൻ, മേം. അപ്പം ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി ഈ ഫസ്റ്റ് പേഴ്സൺ ഐ പ്ലൂരലാകുമ്പോൾ അതെന്തായി മാറും? ഞാൻ എന്നുള്ളത് ഞങ്ങൾ എന്നായി മാറും. അപ്പോൾ ഞങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വി എന്നാണ് പറയുന്നത്. വി. അപ്പോൾ ഐയുടെ ഈ ഫസ്റ്റ് പേഴ്സൻ്റെ പ്ലൂറലാണ് എന്ത്? വി. ഞങ്ങൾ. ഹിന്ദിയിൽ ഞങ്ങൾ എന്ന് പറയുന്നതിന് ഹം എന്നാണ് പറയുന്നത്, ഉപയോഗിക്കുന്ന വാക്ക് ഹം. അപ്പോൾ ഹിന്ദിയിൽ ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നാം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേഴ്സണായി വരുമ്പോൾ ഐ എന്ന് പറയുന്നത് ഞാൻ, ഹിന്ദിയിൽ അതിന് മേം എന്ന് പറയുന്നു, അതിൻ്റെ പ്ലൂരൽ വി. ഞങ്ങൾ, ഹിന്ദിയിൽ അതിന് ഹം എന്ന് പറയുന്നു. സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ ഞാൻ എന്നുള്ളത് എന്തായി മാറും? നീ എന്നായി മാറും. സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ ഞാൻ എന്നുള്ളത് നീയായി മാറും. അപ്പോൾ ഐ എന്നുള്ളത് എന്തായി മാറും? യു ആയി മാറും. അതുപോലെ തന്നെ മേം എന്നുള്ളത് നീ, നിങ്ങൾ, താങ്കൾ എന്നിങ്ങനെ 3 രീതിയിൽ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ യു, ഐ എന്നുള്ളത് യു ആയി മാറും, നീ ആയി മാറും. ഇംഗ്ലീഷിൽ നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് നമ്മുടെ സമപ്രായക്കാരോടോ മുതിർന്നവരോടോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളോടോ ആരോടായാലും നാം ഒരൊറ്റ പദം ഉപയോഗിച്ചാണ് സംബോധന ചെയ്യുന്നത്, അതാണ് യു. എന്നാൽ ഹിന്ദിയിലേക്ക് വരുമ്പോൾ നീ, നിങ്ങൾ, താങ്കൾ ഇതിന് 3നും 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നീ എന്നുള്ളതിന് തു, നിങ്ങൾ എന്നുള്ളതിന് തും, ഇനി താങ്കൾ എന്നുള്ളതിന് ആപ്പ്. ഇങ്ങനെയാണ് ഹിന്ദിയിൽ പ്രയോഗിക്കുന്നത്. ഹിന്ദിയിൽ തു എന്ന് സംബോധന ചെയ്യണമെങ്കിൽ നമ്മളെക്കാളും പ്രായത്തിൽ ചെറിയവരോ കുട്ടികളോ ഒക്കെ ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് തു എന്ന് സംബോധന സാധാരണ ചെയ്യാറുള്ളൂ. ഇനി തും ഉപയോഗിക്കുന്നത് നമ്മുടെ സമപ്രായക്കാരോ നമ്മുടെ അടുത്ത കൂട്ടുകാരോ ഒക്കെ ആണെങ്കിൽ നാം തും എന്നുപയോഗിക്കുന്നു. ഇനി ആപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒത്തിരി മുതിർന്ന ആളുകളെ, അല്ലെങ്കിൽ ഒത്തിരി ഹൈ ലെവലിൽ ജോലി ചെയ്യുന്നവരെ, ഇവരെയൊക്കെ നാം ഹിന്ദിയിൽ ആപ്പ് എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ യു എന്നുള്ളതിന് നീ, നിങ്ങൾ, താങ്കൾ 3 അർത്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ഇതെല്ലാം യു എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നു. എന്നാൽ ഹിന്ദിയിൽ തു, തും, ആപ്പ് ഈ 3 വാക്ക് പ്രത്യേകം ഉപയോഗിക്കപ്പെടുന്നു. ഓക്കെ, ഇനി യു എന്നുള്ളത് പ്ലൂരലാകുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? യു ഹിന്ദിയിൽ യുവിന് തും, ആപ്പ് എന്നിവ ഉപയോഗിച്ച് നമ്മൾ പ്ലൂരലാക്കി മാറ്റുന്നു. തും, ആപ്പ് രണ്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ തുമ്മിൻ്റെ കൂടെ തും ലോഗ് അല്ലെങ്കിൽ ആപ്പിൻ്റെ കൂടെ ആപ്പ് ലോഗ് എന്ന് പറയുമ്പോൾ അത് എന്തായി മാറും? ബഹുവചനമായി മാറും. ഒത്തിരി ആളുകളെ സൂചിപ്പിക്കുന്നു. അല്ലാതെ വേറെ സെപ്പറേറ്റ് അതിന് വാക്കുകളില്ല. അപ്പോൾ
തും ലോഗ്, ആപ്പ് ലോഗ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തും ആപ്പ് എന്ന് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇനി ഇത് തേർഡ് പേഴ്സണിലേക്ക് പോകുമ്പോൾ, തേർഡ് പേഴ്സണായിട്ട് വരുമ്പോൾ ഹി, ഷീ, ഇറ്റ് ഇങ്ങനെയാണ് നാം ഉപയോഗിക്കുന്നത്. ഹി എന്നാൽ അവൻ, ഷീ അവൾ, ഇറ്റ് അത്, ഇത്, ഇതിനൊക്കെ നാം ഇറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹി, ഷീ, ഇറ്റ് തേർഡ് പേഴ്സൺ. ഇതിനെല്ലാത്തിനും കൂടി ഇംഗ്ലീഷിൽ സെപ്പറേറ്റായി അവൻ, അവൾ, അത് എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ ഇവ മൂന്നിനും കൂടി വഹ് എന്നാണ് പറയുന്നത്. അവൻ, അവൾ, അത്, വഹ്. മൂന്നിനും കൂടി ഒറ്റവാക്കേയുള്ളൂ വഹ്. ഈ വഹ് കൊണ്ട് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒരു മൃഗത്തെയോ ഒക്കെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. ഇനി ഇംഗ്ലീഷിൽ ഹി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പുല്ലിംഗമാണ്, ഷീ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീലിംഗമാണ്, നമുക്കറിയാം. ഹിന്ദിയിൽ പക്ഷേ വഹ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആണോ പെണ്ണോ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഹിന്ദിയിൽ നാം വഹിന് ശേഷം വരുന്ന ക്രിയകളുടെ കൂടെ ഇകാരം ഉണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് വഹ് ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ വഹ് കഴിഞ്ഞ് വരുന്ന ജാത്താ ഹേ പോകുന്നു. വഹ് ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ അവൻ പോകുകയാണ്. വഹ് ജാത്താ ഹേ അവൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ പോകുകയാണ് എന്നുള്ള ജാത്ത എന്ന അവിടെ ഇകാരമാണ് വരുന്നതെങ്കിൽ അത് സ്ത്രീലിംഗമാണെന്നും ഇകാരമില്ലെങ്കിൽ അത് പുല്ലിംഗമാണെന്നും നാം മനസ്സിലാക്കണം. വഹ് ജാത്താ ഹേ എന്ന് പറയുമ്പോൾ അവിടെ ഇകാരമില്ല, അതുകൊണ്ട് നമ്മൾ അത് ഹീ ആണെന്ന് മനസ്സിലാക്കുന്നു. അവൻ പോവുകയാണ്. ഇനി വഹ് ജാത്തി ഹേ, വഹ് ജാത്തി ഹേ, ജാത്ത എന്നുള്ളത് ജാത്തി, ഇകാരം വന്നവിടെ. അപ്പോൾ അതെന്തായി? അവിടെ അത് ഒരു പെൺകുട്ടിയാണെന്ന് നാം മനസ്സിലാക്കണം. വഹ് ജാത്തി ഹേ അവൾ പോകുകയാണ്, ജാത്തി ഇകാരം കെട്ടുവള്ളി. അതുപോലെ തന്നെ വഹ് ഖാത്താ ഹേ അവൻ കഴിക്കുകയാണ്, വഹ് ഖാത്താ ഹേ. ഇനി വഹ് ഖാത്തി ഹേ അവൾ കഴിക്കുകയാണ്, ഖാത്തി ഇകാരം വന്നപ്പോഴെന്തായി? അവൾ കഴിക്കുകയാണ്. മനസ്സിലായ തമ്മിലുള്ള വ്യത്യാസം? വഹ് ഗാന ഗാത്താ ഹേ അവൻ പാട്ടുപാടുകയാണ്, വഹ് ഗാന ഗാത്തി ഹേ അവൾ പാട്ടുപാടുകയാണ്. ഓക്കെ, ഇതാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും മനസ്സിലാക്കാനുള്ള രീതി. ഓക്കെ, ഇനി ഇവൻ, ഇവൾ, ഇത് ഈ മൂന്ന് തരത്തിലും പറയണമെങ്കിൽ ഇവൻ, ഇവൾ, ഇത് ഇവ പറയണമെങ്കിൽ ഹിന്ദിയിൽ ഒരൊറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്, യഹ്, യഹ്, ഇത്. ഇവൻ, ഇവൾ, ഇത് ഉപയോഗിക്കുന്നത് യഹ്. വഹ് എന്ന് പറയുമ്പോൾ നാം കുറച്ചകലെയുള്ള, നമ്മളിൽ നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒരു സാധനത്തെയോ ഒരു മൃഗത്തെയോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ യഹ് എന്നുപയോഗിക്കുന്നത് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ മൃഗത്തെയോ സാധനത്തെയോ ഒക്കെ സൂചിപ്പിക്കാൻ നാം യഹ് ഉപയോഗിക്കുന്നു. അകലെയുള്ളതിന് വഹ് എന്നും അടുത്തുള്ളതിന് യഹ് എന്നും ഉപയോഗിക്കുന്നു. ഇനി ഇവ അവൻ, അവൾ, അത് എന്ന് പറഞ്ഞപ്പോൾ വഹ് എന്ന് പറഞ്ഞു, ഇവൻ, ഇവൾ, ഇത് എന്ന് പറഞ്ഞപ്പോൾ യഹ് എന്ന് പറഞ്ഞു. ഇവ പ്ലൂരലിലേക്ക് മാറുമ്പോൾ, ബഹുവചനമായി മാറുമ്പോൾ വഹ് എന്നത് വേ എന്നും യഹ് എന്നത് എ എന്നുമായി മാറും. ഒന്നിൽ കൂടുതലുള്ളപ്പോൾ അവൻ എന്നുള്ളത് അവർ എന്നാകും, അപ്പോൾ വേ എന്നും. അവൾ എന്നുള്ളതും അവർ എന്നാകും, വേ എന്നും. അല്ലെങ്കിൽ അവ എന്ന് പറയുമ്പോൾ വേ എന്ന് ഉപയോഗിക്കുന്നു. ഇനി യഹ്, ഇവർ,
ഇവ. ഇവ ഉപയോഗിക്കുമ്പോഴും എന്താണ്, അതിനെ പ്ലൂറലാക്കി മാറ്റുമ്പോൾ ഇവർ, ഇവ എന്ന് പറയുമ്പോൾ എ എന്നായി മാറും. യഹ് എയും വഹ് വേയും ആയി മാറുന്നു. ഓക്കെ. അപ്പോൾ ദേ എന്ന ഇംഗ്ലീഷ് പദത്തിന് ഹിന്ദിയിൽ വേ യേ എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അവർ, അത്, വേ. അവർ, അത്, അവ, വേ. ഇവർ, ഇവ, യേ. അപ്പം ദേ എന്ന ഇംഗ്ലീഷ് പദത്തിന് ഉപയോഗിക്കുന്നതാണ് വേയും യേയും. ഓക്കെ. ഇനി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോൾ നാം ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ കൂടെ ഈസ്, ആം, ആർ എന്ന് കൂട്ടിച്ചേർക്കുന്നു. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ നടക്കുന്നതായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നാം എന്ത് പറയുന്നു? ഈസ്, ആം, ആർ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളുടെ കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇതിന് പകരം ഹിന്ദിയിൽ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളാണ് ഏത്? ഹേ, ഹും, ഹോ, ഹേം. ഹേ, ഹും, ഹോ, ഹേം. ഇവയുടെ എല്ലാം അർത്ഥം എന്താണ്? ആകുന്നു. ഈസ്, ആം, ആർ ആകുന്നു. അതുപോലെ തന്നെ ഹിന്ദിയിൽ ചേർക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? ആകുന്നു. ഹേ, ഹും, ഹോ, ഹേം. ഇവയെല്ലാം അർത്ഥം തരുന്നത് ആകുന്നു എന്ന് തന്നെയാണ്. ഇനി ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഐ ആം. ഐ ആം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ആം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകുന്നു. ഞാൻ ആകുന്നു. ഹിന്ദിയിൽ മേം, ഞാൻ. ഹും എന്ന് പറഞ്ഞാൽ ആകുന്നു. ഞാൻ ആകുന്നു. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ നാം എന്തുപയോഗിക്കുന്നു? ഹും ഉപയോഗിക്കുന്നു. ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സണാണ്, മേം. അവിടെ മേം വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നു? സെൻറ്റൻസിൻ്റെ കൂടെ ഹും എന്നുപയോഗിക്കുന്നു. ആകുന്നു എന്ന് തന്നെയാണ് അർത്ഥം. മേം, ഹും. ഐ ആം, ഞാൻ ആകുന്നു. ഇനി യു ആർ. യു എന്ന് പറഞ്ഞാൽ നീ, ആർ ആകുന്നു. യു ആർ, നീ ആകുന്നു. ഹിന്ദിയിൽ യു എന്നുള്ളതിന് നാം പറഞ്ഞു തൂ, തും, ആപ്പ് 3 വാക്കുകളുണ്ട്. അപ്പോൾ തൂ എന്ന് വരുമ്പോൾ നമ്മിൽ താഴെയുള്ളവരോട്, കുട്ടികളോട് ഒക്കെ നാം പറയുമ്പോൾ തൂ എന്ന് ഉപയോഗിക്കുന്നു. അവിടെ തൂ എന്ന് വരുമ്പോൾ, തൂ എന്ന് വരുന്ന സെൻറ്റൻസിൻ്റെ കൂടെ നാം എന്ത് ചേർക്കുന്നു? ഹേ. തൂ ഹേ, നീയാകുന്നു. തൂ ഹേ. തും ഉപയോഗിക്കുമ്പോൾ തും ഹോ, നീ ആകുന്നു. അതുതന്നെയാണ് അർത്ഥം. പക്ഷെ തും വരുമ്പോൾ ഹോ ഉപയോഗിക്കുന്നു. മേം വരുമ്പോൾ ഹും ഉപയോഗിക്കുന്നു. തൂ വരുമ്പോൾ ഹേ ഉപയോഗിക്കുന്നു. തും വരുമ്പോൾ ഹോ ഉപയോഗിക്കുന്നു. ഇനി ആപ്പ് വരുമ്പോൾ ഹേം എന്നാണ് നാം പറയുന്നത്. ഹേയുടെ കൂടെ ഒരു കുത്തും കൂടി ചേർക്കുക, ഹേം. ആപ്പ് വരുമ്പോൾ ബഹുമാന സൂചകമായി നാം ഹേം ഉപയോഗിക്കുന്നു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പേഴ്സണായി വരുമ്പോൾ മേമിൻ്റെ കൂടെ ഹും, തൂവിൻ്റെ കൂടെ ഹേ, തുമ്മിൻ്റെ കൂടെ ഹോ, ആപ്പിൻ്റെ കൂടെ ഹേം. ഇങ്ങനെയാണ് ഇവ ഉപയോഗിക്കുന്നത്. വ്യക്തമല്ലേ? ഓക്കെ. അപ്പോൾ മേം എക് ഡോക്ടർ ഹും. മേം വന്നപ്പോൾ ഹും. മേം എക് അധ്യാപക് ഹും. ഞാനൊരു അധ്യാപകനാണ്. മേം എക് ഛാത്ര ഹും. ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പം മേം വന്നപ്പോഴെല്ലാത്തിൻ്റെയും കൂടെ ഹും ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി തൂ കഹാം ജാത്താ ഹേ. തൂ കഹാം ജാത്താ ഹേ. നീ എവിടെ പോകുന്നു? തൂ കഹാം ജാത്താ ഹേ. നീ എവിടെ പോകുന്നു? തും കഹാം ജാത്തേ ഹോ. തും കഹാം ജാത്തേ ഹോ. നീ എവിടെ പോകുന്നു? തും കഹാം ജാത്തേ ഹോ. അപ്പം ഹോ വരുമ്പോൾ താഴെ എന്നുള്ളത് എന്തായി മാറി? തേ. തും കഹാം ജാത്തേ ഹോ. നീ എവിടെ പോകുന്നു?
ആപ് കഹാം ജാത്താ ഹേ, ആപ് കഹാം ജാത്താ ഹേ. താങ്കൾ എവിടെ പോകുന്നു? ആപ് കഹാം ജാത്താ ഹേ. താങ്കൾ എവിടെ പോകുന്നു? മനസ്സിലായ? ഇതാണ് സെൻറ്റൻസുകൾ ഉപയോഗിക്കേണ്ട രീതി. ഓക്കെ. ഇനി ഇത് തേർഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ ഹി, ഷീ, ഇറ്റ്. അപ്പോൾ ഹി ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനാകുന്നു. ഹി ഈസ്, അവൻ ആകുന്നു. അപ്പോൾ അവൻ എന്നുള്ളതിന് വോ എന്നാണ് നാം പറഞ്ഞത്. ഹേ എന്ന്, ഈസ് എന്നുള്ളതിന് ഹേ. അപ്പോൾ വോ ഹേ, വോ ഹേ. ഇനി ഷീ ഈസ് എന്ന് പറഞ്ഞാലും വോ ഹേ. ഇനി യഹ് ഹേ, യഹ് ഹേ. അപ്പം വോ ഹേ, യഹ് ഹേ. ഹി ഈസ്, അവനാകുന്നു. ഷീ ഈസ്, അവൾ ആകുന്നു. ഇത് തന്നെ യഹ് വഹ് എന്നും നാം പറയുന്നു. ഇനി വ ഹേ എന്നുള്ളിടത്ത് ക്രിയകൾ ഈ കാരത്തോടു കൂടി ഉപയോഗിക്കുമ്പോൾ സ്ത്രീലിംഗം, അല്ലാത്തപ്പോൾ അത് പുല്ലിംഗം. വ പഠിത്താ ഹേ, വ പഠിത്താ ഹേ. അവൻ പഠിക്കുന്നു. വ പഠിത്തി ഹേ, അവൾ വായിക്കുന്നു. അവൾ വായിക്കുന്നു. ഇനി യഹ് ഹേ, ഇതാകുന്നു. ഇവനാകുന്നു, ഇതാകുന്നു. യഹ് ഹേ, ഇതാകുന്നു, ഇവനാകുന്നു. ഇതും ഇങ്ങനെ തന്നെ നമുക്ക് പറയാം. യഹ് ഏക് കിതാബ് ഹേ, ഇത് ഒരു പുസ്തകമാകുന്നു. യഹ് ഏക് കിതാബ് ഹേ, ഇതൊരു പുസ്തകമാകുന്നു. ഇനി വ ഏക് കലം ഹേ, അതൊരു പേനയാകുന്നു. വ ഏക് കലം ഹേ, അതൊരു പേനയാകുന്നു. ഇവിടെയും യഹ് ഹേ എന്നുള്ളത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ഈ കാരം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ബുക്ക്, ഇതൊരു പുസ്തകമാകുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇതാകുന്നു, അതാകുന്നു. ഇതിനൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? യഹ് ഹേ, വോ ഹേ തന്നെയാണ്. യഹ് ഏക് കിതാബ് ഹേ, ഇതൊരു പുസ്തകമാകുന്നു. യഹ് ഏക് കലം ഹേ, ഇതൊരു പേനയാകുന്നു. വഹ് ഏക് ഛാത്ര ഹേ, അതൊരു വിദ്യാർത്ഥിയാകുന്നു. വോ ഏക് ഛത്തരി ഹേ, അതൊരു കുടയാകുന്നു. ഓക്കെ. ഇനി ഇത് പ്ലൂറലായി മാറുമ്പോൾ ദേ ആർ, അവർ ആകുന്നു, ഇവർ ആകുന്നു എന്ന് നാം ഉപയോഗിക്കുന്നു. ദേ ആർ, അവർ ആകുന്നു, ഇവർ ആകുന്നു. വേ ഹേം, അപ്പം ഹേം വേ പ്ലൂറലായതുകൊണ്ട് അവിടെ എന്തുപയോഗിച്ചു? ഹേം. വേ ഹേം, യേ ഹേം. അപ്പം ബഹുമാനം സൂചകമായി അല്ലെങ്കിൽ പ്ലൂറലായി വരുമ്പോൾ ഹേം, വേ ഹേം, യേ ഹേം എന്ന് നാം ഉപയോഗിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഹേ, ഹും, ഹോ, ഹേം ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവയെല്ലാം ഉപയോഗിക്കേണ്ട രീതി വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.